SUV 700 ഓണേഴ്സ് ഉണ്ടാവാം, മറ്റ് വണ്ടികളുടെ ഓണേഴ്സ് ഉണ്ടാവും, ടാറ്റ സഫാരി, ഇന്നോവ, ഹൈക്രോസ്, അങ്ങനെ പല വണ്ടികളുടെ ഓണേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആഹാ, സൺറൂഫൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്ണ മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. നമ്മൾ കുറേ നാൾ കൂടിയാണ് യൂസർ റിവ്യൂ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് XUV 700 യൂസർ റിവ്യൂ വീഡിയോ ആണ്. SUV 700 എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയും കൂടെയാണ്. ഈ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ ഈ വണ്ടി എടുക്കണം, ഇതിനുള്ള ഫുൾ ഇൻഫർമേഷൻ നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും മനസ്സിലാകുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ദി ഓണർ ഓഫ് ദിസ് വെഹിക്കിൾ, മിസ്റ്റർ അഖിൽ. കമോൺ, വെൽക്കം ടു കൃഷ്ണ മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. താങ്ക് യു. ഒത്തിരി സംശയങ്ങളാണ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി എവിടെ നിന്നാണ് എടുക്കുന്നത്? വണ്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തത്. ഇത് KR രജിസ്ട്രേഷനാണ്. അവിടെ നിന്ന് എടുക്കുന്ന പ്രധാന കാരണം വില വ്യത്യാസം തന്നെയാണ്. ശരിക്കും എല്ലാവരും റോഡ് ടാക്സും വ്യത്യാസങ്ങളൊക്കെ ബാംഗ്ലൂരാണ് കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഞാൻ ഇവിടുന്ന് കൊട്ടേഷൻ എടുത്തപ്പോൾ അവർ ഡീസൽ AX7L 33 ലക്ഷമാണ് പറഞ്ഞത്. എനിക്ക് ബാംഗ്ലൂർ അതേ സാധനം 29.8 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയുടെ ഡിഫറൻസ് AX7L ഡീസലിൻ്റെ വ്യത്യാസം വന്നു. ഇതിൻ്റെ തന്നെ പെട്രോൾ എഡിഷനും ഡീസൽ എഡിഷനും തമ്മിൽ ഏകദേശം 8,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ കേരളത്തിൽ അത് ചോദിച്ചപ്പം ഏകദേശം 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടായി. ഡിഫറൻസ് വരുന്നുണ്ട്. അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല കൊട്ടേഷനിൽ. ഓക്കെ, ആദ്യമേ തന്നെ ഈ പെട്രോൾ ആയിരുന്നോ അതോ ഡീസലാണോ നോക്കിയിരുന്നത്? ഏത് വണ്ടിയായിരുന്നു? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പെട്രോൾ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡീസലിലോട്ട് മാറാൻ ഉള്ള ഒരു ഫാക്ടർ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഡീസലാണ്. കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് തോന്നി. പവർഫുൾ ആയിട്ട് തോന്നിയത്. അത് നമുക്ക് കുറച്ചുകൂടെ ഡ്രൈവിംഗ് കുറച്ചുകൂടെ രസമായിട്ട് തോന്നുന്നത് ഡീസലാണ്. AX7 ലക്ഷറി, കാരണം ഇത്രയും വേരിയൻസ് ഉണ്ടായിട്ട് പോലും AX7 ലക്ഷറിയിൽ തന്നെയാണ് ചോയ്സ് എത്തി നിന്നത്. എന്തുകൊണ്ടാണ് ഈ ലക്ഷറിയിലേക്ക് പോകാൻ കാര്യം? ഇത്ര ടോപ്പ് എൻഡ് വേരിയന്റ്. അത് ഒരു കാര്യം നമ്മുടെ ആഗ്രഹം, അതാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ വണ്ടി എടുത്തപ്പം ടോപ്പ് വേരിയന്റ് എടുക്കണം എന്നായിരുന്നു ഈ പറഞ്ഞ ആഗ്രഹം. ഒരു ഫീച്ചേഴ്സും കട്ടാവാൻ പാടില്ല, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടിയിരിക്കണം അല്ലേ? ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇന്നോവ ഹൈക്രോസ് വരുന്നുണ്ട്, ടാറ്റ സഫാരി വരുന്നുണ്ട്, ഹുണ്ടായി അൽക്കസാർ വരുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ നിൽക്കുമ്പോൾ പോലും, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. കാരണം ഇതിന്റെ സ്പെക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് കുറച്ച് അപ്പർ ഹാൻഡ്സ് വരുന്നുണ്ട്. എന്നാൽ പോലും പ്രോ എടുത്തത് ഈ ഒരു മഹേന്ദ്രയുടെ XUV 700, അത് AX7 ലക്ഷറി എന്ന് പറഞ്ഞ വണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ചോയ്സിലേക്ക് വന്നത്? പക്ഷേ എനിക്ക് ഫീച്ചേഴ്സിൽ കൂടുതൽ ഫീച്ചേഴ്സ് തരുന്നത് XUV ആണെന്ന് തോന്നി. ഞാൻ കമ്പയർ ചെയ്ത് നോക്കി അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതിൽ തന്നെ ഏകദേശം 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും തന്നെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ പക്ഷേ അപ്പോൾ നമുക്ക് ഇത്രയും ഡിഫറൻസ് ഉണ്ട്, 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സഫാരി നോക്കിയതിൽ സഫാരിയിലെ യാത്ര എനിക്ക് ഭയങ്കര ബോഡി റോളൊക്കെ ഫീൽ ചെയ്തു. അതിൻ്റെ പുറകെ ഇരുന്നുള്ള ട്രാവലിൽ ഇതിലും ബോഡി റോളുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ സഫാരിയിൽ തോന്നി. പിന്നെ സഫാരിയിൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിൽ അഡാസ് ഇല്ല. ഓക്കെ, അപ്പോൾ അഡാസ് കാണുന്ന എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലും അഡാസ് ലെവൽ 2 ഉണ്ടല്ലോ. ടാറ്റ സഫാരിയിൽ അഡാസ് ലെവൽ 2 വരുന്നുണ്ട് ഇപ്പോൾ. ഞാൻ അന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് അതില്ല. അതായത് ഈ പ്രൈസിൽ അത് വരുന്നില്ല. അപ്പം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പം ബെറ്റർ ഓപ്ഷൻ ഇതാണെന്ന് തോന്നി. നമ്മൾ ഫാമിലി ആയിട്ട് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നല്ല കളറ് വേണം. ഇപ്പോൾ ട്രെൻഡിങ് കളറും കൂടെയാണ് ബ്ലാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് വണ്ടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുക. എന്തുകൊണ്ടാണ് ഈ ബ്ലാക്കിലേക്ക് എത്താൻ കാര്യം? ബ്ലാക്ക് സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ആണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഇത് നെപ്പോളി ബ്ലാക്ക് ആണോ? ഇത് നെപ്പോളി ബ്ലാക്ക് അല്ല, ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക്. മിഡ് നൈറ്റ് ബ്ലാക്ക് എന്താണ് മിഡ് നൈറ്റ് ബ്ലാക്കിന്റെ പ്രത്യേകത? ശരിക്കും എൻ്റെ ആഗ്രഹം നെപ്പോളി ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ നെപ്പോളി ബ്ലാക്ക് കിട്ടുന്നതിലെ താമസവും പിന്നെ ഞാൻ എടുത്ത സമയത്ത് ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് മഹീന്ദ്രയുടെ ഒഫീഷ്യലി അവർ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രൊമോഷൻ ഓഫർ ആയിട്ട് ഏകദേശം 3 ലക്ഷം രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. അത് ഒക്ടോബർ 30 തീരുക. അപ്പോൾ ഒക്ടോബർ 30 മുന്നേ ബില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഓഫർ കിട്ടുള്ളൂ. അതിനുശേഷം അവർ ചിലപ്പോൾ ആ പ്രൈസിന് വിൽക്കുമായിരിക്കും, പക്ഷെ അത് അവർക്ക് തന്നെ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ 2024 വണ്ടി സ്വന്തമാക്കി. 2024 എന്തൊക്കെ ചേഞ്ചസ് വന്നെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 2024 ചേഞ്ചസിനേക്കാളും കൂടുതൽ അവർ ഇതിൻ്റെ അകത്ത് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഏകദേശം ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വണ്ടിയുടെ? ജനുവരി ഫെബ്രുവരി സമയങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ടായതും അവരുടെ പ്രൊഡക്ഷനും ഒക്കെ അവർ കൂട്ടി ഒരുപാട് വണ്ടികൾ റിലീസ് ചെയ്യും. അപ്പം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബറോടെ അവരുടെ പ്രൊഡക്ഷനിൽ വളരെ മാറ്റം ഉണ്ടായി. വെയിറ്റിംഗ് പീരീഡ് അത്ര ഇല്ലായിരുന്നു. ഞാനിത് ഒക്ടോബർ 1 ബുക്ക് ചെയ്തു. എനിക്ക് ഒക്ടോബർ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയുടെ ബില്ലിംഗ് നടന്നു. പക്ഷെ അതേസമയം അത് മിഡ് നൈറ്റ് ബ്ലാക്ക് അവൈലബിൾ ഉള്ളായിരുന്നു. ഈ വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും? ഇപ്പം 4000-അടുത്തായിട്ടുണ്ട്. 4000-അടുത്തായിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഗ്രില്ല് തന്നെ ബ്ലാക്ക് ആണ്. ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു സിൽവർ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വണ്ടിയുടെ ഫ്രണ്ടിലെ ആ ഒരു ലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു DRL സിസ്റ്റം. ഏകദേശം
ഓഡിയുടെ ഒക്കെ വരുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ്. ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണോ വണ്ടി? പിന്നെ ലുക്ക് അതാണല്ലോ നമ്മൾ വണ്ടിയിലെ നമ്മൾ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു മസ്കുലർ ഫീൽ കിട്ടിയിട്ടുണ്ട്. മസ്കുലർ ഫീലും കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു പ്രീമിയം ക്ലാസ്, ഒരു ലക്ഷറി ഫീല് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വണ്ടിയുടെ പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാനുഫാക്ചേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജർമ്മൻ കാർസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടണമെന്നില്ല. വണ്ടിയുടെ ക്വാളിറ്റിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അൺഈവൻ പാനൽ ഗ്യാപ്സ് വരുന്നുണ്ട്, ചെറിയ മൈനർ ആയിട്ടുള്ള കോസ്മെറ്റിക് ഡിഫക്റ്റ് വരുന്നുണ്ട്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാനൽസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ബീഡിങ്ങിൻ്റെ ഒരു സംഭവം. കാരണം ഒരു ഫിനിഷ് ഇല്ല, ഒരു അൺഈവൻ ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്താണ് തോന്നിയിട്ടുള്ളത്? ഇങ്ങനത്തെ കുറച്ചധികം ചെറിയ നോട്ടബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഇത് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം വാഷ് ചെയ്തപ്പം ഇവിടുന്ന് ചെറുതായിട്ട് ഇളകി പോകുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഉള്ളിലോട്ട് കയറ്റി വെച്ചിരിക്കും ഇത്. ഓക്കെ, ഇതൊന്നും നമുക്ക് വണ്ടി ഓടിക്കുന്നതിനൊന്നും പ്രശ്നങ്ങളല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കാണുമ്പം ഇത് ഇവിടുന്ന് ഇങ്ങനെ വിട്ടിരിക്കുന്നു. അതുപോലെ വണ്ടിയുടെ പുറകിലത്തെ റിയർ വൈപ്പറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആൾ ഇച്ചിരി ബലത്തിൽ അതെന്തായാലും ചെയ്തതായിരിക്കും. റിയർ വൈപ്പറിൽ ചെറിയൊരു ഇളക്കം വന്നു. മോട്ടറിന് പ്രശ്നമില്ല. പിന്നെ അത് എനിക്ക് സർവീസ് സെന്ററിൽ കൊണ്ടത് ഫിക്സ് ചെയ്യേണ്ടി വന്നു. അവർക്ക് ഫിക്സ് ചെയ്യാൻ 5 മിനിറ്റേ എടുത്തുള്ളൂ. ആ ഒരു മനസ്സ് വിഷമിപ്പിക്കും. കാരണം അത്രയും പൈസ പേയ്മെന്റ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഇത് എടുത്തത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബോട്ടിൽ ഹോൾഡറും അതിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, നമുക്ക് അത് ആ ഒരു പ്രീമിയം ഫീച്ചറിന് അല്ലെ പ്രീമിയം ക്ലാസ്സിൽ നിന്ന് നമ്മളെ കുറച്ചുകൂടെ മാറിപ്പോയി നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങൾ. ഈവൻ നമുക്കിപ്പം ഞാൻ ഇതിന് മുന്നേ i20 യൂസ് ചെയ്തത്, i20 പോലും അതൊന്നുമില്ല. അപ്പം നമ്മൾ ഇത്രയും ഒരു 30 ലക്ഷം അല്ലെ 25 ലക്ഷം എബോവ് ഒരു വണ്ടി വാങ്ങിക്കുമ്പം അതിനുള്ളിൽ പ്ലാസ്റ്റിക് കാണുമ്പം ഒരു ചെറിയ മടുപ്പ് നമുക്ക് തോന്നാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരു പക്ഷേ അവർ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർ കോസ്റ്റ് കട്ടിങ് ചെയ്തതാവാം. അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കുറച്ചുകൂടെ ക്വാളിറ്റി കൊണ്ടുവരാം. കാരണം മഹേന്ദ്ര പോലുള്ള വണ്ടികൾ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഹൈ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടാറ്റ ഇന്ത്യൻ കമ്പനീസാണ് രണ്ടും. കാരണം ഈ ജർമ്മൻ ഇതിലേക്ക് വരെ അവരുടെ ടെക് മഹേന്ദ്രയുടെ ഇവരുടെ സോഫ്റ്റ്വെയർ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിൻ്റെ കമ്പാരിസൺ ആയിട്ട് വരുന്ന ടാറ്റ സഫാരി ആയിക്കോട്ടെ, ഇന്നോവ ഹൈക്രോസ് ആയിക്കോട്ടെ, ഇന്നോവ ഹൈക്രോസ് 185 സഫാരിക്ക് 205 കൂടുതലുണ്ട്. ഒരു റഫ് ടെറൈനിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് എങ്ങനെ തോന്നിയിട്ടുണ്ട്? അടിയിടിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും? അടിയിടിക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈനിൽ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചില്ല ഇതുവരെ. ഓക്കെ, ഞാൻ അതിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ആദ്യമേ നമ്മൾ പറയുന്നത് ബൂട്ട് സ്പേസിനെ കുറിച്ചാണ്. കാരണം ഏറ്റവും നോട്ടീസബിൾ ആണ് അതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇന്നോവ ഹൈക്രോസിന് 320 അതല്ല ടാറ്റ സഫാരി കേസ് 400 സംതിങ്ങോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് വെറും 240 ലിറ്റർ മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ബൂട്ട് സ്പേസ് എങ്ങനെയാണ് നമുക്കൊരു ഗുണകരമായി തോന്നുന്നത്? ബൂട്ട് സ്പേസ് ശരിക്കും ഈവൻ ടാറ്റയിലായാലും ടാറ്റ സഫാരിയിലായാലും ഇന്നോവയിലായാലും അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി ഇത് വളരെ വളരെ മോശമാണ് ബൂട്ട് സ്പേസ്. പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ 5 പേരിൽ കൂടുതൽ അല്ല 4 പേരിൽ കൂടുതൽ ഇതിൽ യാത്ര ചെയ്യാറില്ല. അവരുടെ ലഗേജ് തന്നെ വെക്കുമ്പോൾ തന്നെ ഒരു അവിടെ നിറയില്ലേ നമുക്ക്? പക്ഷെ നമുക്ക് പുറകിലത്തെ സീറ്റ് മടക്കി വെച്ചാൽ നമുക്ക് അത്തരം പ്രശ്നങ്ങളില്ല. അതിനുള്ള ലഗേജ് നമുക്ക് ഞങ്ങൾ 4 പേര് ട്രാവൽ ചെയ്യുമ്പോൾ അത്രയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ 7 പേര് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു ശരിക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് മാറും. ഇതിൻ്റെ അകത്തേക്ക് കയറി കിടന്ന് നോക്കണം എത്രത്തോളം സ്പേസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കണം. നമുക്ക് എൻ്റെ ഓണറിനെ കൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഈ വണ്ടിയുടെ ബൂട്ട് ഓപ്പറേഷൻ. കാരണം ഈ വണ്ടി മെക്കാനിക്കലി ആണ് ഇതിൻ്റെ ബൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ പല പ്രീമിയം വണ്ടിയും റിവ്യൂ ചെയ്ത ഒരാളാണ്. കാരണം അതിലെല്ലാം ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് മെക്കാനിക്കലിയാണ് വരുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലേ? അത് ബുദ്ധിമുട്ടായിട്ടില്ല. പക്ഷേ ആ ഫീച്ചറും ഒരു ഗുഡ് ടു ഹാവ് ഫീച്ചർ ആയിരുന്നു. നമുക്ക് ഇത് ഈ പറയുന്ന പോലെ ഒരു പ്രീമിയം അറ്റ്ലീസ്റ്റ് AX7 L-ലെങ്കിലും ലക്ഷറി എഡിഷനിലെങ്കിലും അവർക്കത് കൊണ്ടുവരാമായിരുന്നു. ഓണേഴ്സിന്റെ തന്നെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ പ്രശ്നങ്ങളൊന്നും ആരും പറയുന്നില്ല. ഇതല്ലാത്ത പ്രശ്നങ്ങളാണ് പറയുന്നത്. ആ പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. വേറെ പ്രശ്നങ്ങളും ഉണ്ട്. വേറെ ഞാൻ ഫേസ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ മറ്റു പല ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു പക്ഷേ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസിലൊക്കെ അവർ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഈവൻ ഈ ഷോക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഷോക്കിൻ്റെ ചെറിയ സൗണ്ട് അതൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഷോക്കിൻ്റെ സൗണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ആൾക്കാരും റിവ്യൂ വായിച്ചതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒരു റഫ് സർഫസിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ റഫ് ടെറൈനിൽ കൂടെ പോകുമ്പോൾ സസ്പെൻഷൻ മൊത്തത്തിലൊരു ഡിസ്കംഫർട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചെറിയ ഒരു സൗണ്ട്
ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇതുവരെയുള്ള ഒരു ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? ഈ സസ്പെൻഷൻ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും ഞാനിതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൂടെ അവർ ചിലപ്പം അവരുടെ ഏറ്റവും പുതിയ എഡിഷനിലൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവർ അത് അവിടെ ചെന്ന് കഴിയുമ്പം അത് ഫിക്സ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. അതിന് സൗണ്ട് കുറഞ്ഞിട്ടുമുണ്ടെന്ന് മറ്റു പല യൂസേഴ്സും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു മേജർ പ്രോബ്ലം ആണ് ഓറിംഗ് പ്രോബ്ലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൂളൻ്റ് പൈപ്പിൻ്റെ അവിടെയുള്ള ഓറിങ് ബേസ്റ്റ് ആയി പോയിട്ട് ആ കൂളൻ്റ് ലീക്കായിട്ട് പല വണ്ടികളും മഹേന്ദ്ര തിരിച്ചു വിളിച്ച് അതെല്ലാം റെഡിയാക്കി കൊടുത്തു വിട്ടെന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഇതുപോലുള്ള ഒരു കൂളൻ്റ് ഇഷ്യൂ, അതുപോലെ തന്നെ ഈ കൂളൻ്റ് മാറുമ്പോൾ തന്നെ വണ്ടി എൻജിൻ ഓവർ ഹീറ്റ് ആകുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആരെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? അതോ വണ്ടിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ എൻ്റെ വണ്ടിയിലും അത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവരത് വണ്ടി തിരിച്ചു വിളിച്ച് അത് ഫിക്സ് ചെയ്തിട്ട് അവരുടെ ലേറ്റസ്റ്റ് റിലീസിൽ അതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് അവർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2024 വരുമ്പോൾ വണ്ടി മഹേന്ദ്ര പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായിട്ട് എടുക്കാം എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നമ്മുടെ യൂസറിൻ്റെ തന്നെ കിട്ടുന്നത്. ഇത് പറയാനുള്ളത് ടെക് മഹേന്ദ്രയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് ചെറിയ ഗ്ലിച്ചസ് ഉണ്ടാവുക മാത്രമല്ല അതിൻ്റെ ചെറിയ ബഗ്ഗുകൾ ഉണ്ടാവുക. എങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച്? പറയത്തക്ക രീതിയിലുള്ള ബഗ്ഗുകളുണ്ട്. ഇവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് അഡ്രിനോക്സ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ അത് ടെക് മഹീന്ദ്രയാണ് അതിൻ്റെ ഓണേഴ്സ്. പക്ഷേ അവർ ഞാൻ വായിച്ചറിഞ്ഞത് അവർ ബോഷുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, ബോഷ് ജർമ്മൻ കമ്പനിയെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് രണ്ടുപേരൂടെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഞാൻ വായിച്ചറിഞ്ഞത്. പക്ഷേ അതിൻ്റെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആക്ച്വൽ ഓണേഴ്സ് ടെക് മഹീന്ദ്ര തന്നെ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിൽ. ഇപ്പം പ്രധാനമായിട്ടും ബ്ലാക്ക് സ്ക്രീൻ വരുന്നതാണ് ഒരു പ്രശ്നം. അത് ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. ഒക്കേഷണലി ബ്ലാക്ക് സ്ക്രീൻ വരിക മാത്രമല്ല ഇതിൻ്റെ സിം ആയിട്ടുള്ള ഇതിന് നെറ്റ്വർക്ക് കവറേജ് 3G അല്ലെ 5G വരെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ കറക്റ്റായിട്ടുള്ള നെറ്റ്വർക്ക് ഇത് കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന സിം വോഡാഫോൺ ഐഡിയ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വോഡാഫോൺ ഐഡിയയ്ക്ക് സ്വാഭാവികമായിട്ടും റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ നെറ്റ്വർക്ക് പ്രശ്നങ്ങളെല്ലാം ഇതിലുണ്ട്. അതെനിക്ക് തോന്നുന്നത് മിക്കവാറും ഉള്ള എല്ലാ വണ്ടികൾക്കും ഈ പ്രശ്നങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ എല്ലാത്തിലും തന്നെ വോഡാഫോൺ ഐഡിയ ആണ് യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ SUV 700 ഓണേഴ്സ് ഉണ്ടാവാം, മറ്റ് വണ്ടികളുടെ ഓണേഴ്സ് ഉണ്ടാവും, ടാറ്റ സഫാരി, ഇന്നോവ, ഹൈക്രോസ്, അങ്ങനെ പല വണ്ടികളുടെ ഓണേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഈ സിമ്മിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ. വേറെ എന്തൊക്കെയാണ് നമുക്കൊരു ബഗ്ഗായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഒരു ബഗ്ഗായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് ബ്ലാക്ക് സ്ക്രീൻ വരുമ്പോഴാണ് അത് പ്രശ്നം. അതായത് ആ മൊത്തത്തിലുള്ള സ്ക്രീൻ ചിലപ്പോൾ റീസ്റ്റാർട്ട് ആവും, ചിലപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ട് ഓണായി വരില്ല. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും, മാപ്പെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ സംഭവങ്ങളെല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ആവും. ആ നെറ്റ്വർക്ക് പോയിട്ട് നെറ്റ്വർക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം ആപ്പിൾ കാർപ്ലേയിൽ നിന്ന് ആൻഡ്രോയിഡിലോട്ട് മാറ്റുവാണെങ്കിൽ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എന്താണെന്ന് മനസ്സിലാവാതെ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പക്ഷേ റീസ്റ്റാർട്ട് ആയിട്ട് തന്നെ ഓണായി വരില്ല, ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറേ നേരം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് 2 തവണ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, 2 തവണ തിരിച്ച് അങ്ങോട്ടും പോയി. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മൾ റണ്ണിങ്ങിലോ ചിലപ്പോൾ മാക്സിമം 2 തവണയും ഉണ്ടാകും. അത് നമുക്ക് നമ്മുടെ യാത്രയെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളല്ല. മഹേന്ദ്രയുടെ പുതിയ ലോഗോ, ട്വിൻ പീക്ക് ലോഗോയാണ് കാണുന്നത് അല്ലേ? അതെ. ഒന്ന് തുറന്നാലോ? പിന്നെന്താ, SUV 700 ഇതിനകത്തുള്ള അല്ലേ ഇത്? അതെ. ഓക്കെ, ഒന്ന് താത്തിയാലോ? നമുക്ക് വേണമെന്ന് കിടക്കാം അല്ലേ ഇതിനകത്ത്? ഇതിൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു ബെഡും ഉണ്ട്, ആ ബെഡ് വിരിച്ച് സുഖമായിട്ട് വേണമെങ്കിൽ കിടക്കാം. ഈ ബെഡ് മറ്റേ എയർ ബെഡാണോ? ബെഡ് എയർ ബെഡ്, അത് വേറെ വാങ്ങിച്ചതാണ്. ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വിരിച്ച് സുഖമായിട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ഒന്നൊന്ന് കിടന്ന് നോക്കുകയാണ്. സൺറൂഫൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഇതൊക്കെ കിടക്കാം. ഒരു ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സോളോ ട്രിപ്പൊക്കെ അടിച്ചാൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? അതെ, റൂമൊന്നും എടുക്കണ്ട. അത്ര കംഫർട്ടബിൾ അല്ലെങ്കിലും നമുക്ക് ഒരു നൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്. വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് 2.2 ലിറ്റർ എഞ്ചിനാണ്. പവർ വരുന്നത് 182 bhp പവറും 480 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. ഏതൊരു സമയത്താണ് നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസം ഫീൽ ചെയ്യുന്നത്?
വണ്ടി ശരിക്കും നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഏറ്റവും ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, നമ്മൾ ആ 80 മേലിലോട്ട് എത്തുമ്പോഴാണ് ഇതിൻ്റെ ടോപ്പ് ഗിയർ വീഴുന്നത്. ടോപ്പ് ഗിയർ വീണ് പിന്നെ ഒരു വണ്ടി പെട്ടെന്ന് 100 എത്തും. എനിക്ക് ഒന്ന് 6 സെക്കൻഡ് 7 സെക്കൻഡോ മതി 0 to 100 എത്താൻ. പിന്നെ അവിടുന്ന് നമ്മൾ ആ 120 മേലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് വണ്ടിയിലുണ്ടാകുന്ന ശരിക്കുള്ള പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അത് ഹൈവേയിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വണ്ടി സ്റ്റിയറിംഗ് ഒക്കെ മൊത്തത്തിൽ ഒന്ന് ടൈറ്റ് ആവും, വണ്ടി മൊത്തത്തിൽ ഒന്ന് പവറായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് ആ ഒരു 115 120 മേലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഫീൽ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഹൈവേയിൽ ശരിക്കും അത് അലൗഡ് അല്ല പല സ്ഥലങ്ങളിലും. ബാംഗ്ലൂർ സ്ഥിരം പോകുന്നതുകൊണ്ട് 147 വരെയൊക്കെയാണ് മാക്സിമം പോയിട്ടുള്ളത്. ആ സമയം വണ്ടിക്ക് ഒരു റോഡ് ഗ്രിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ ഒരു എഞ്ചിൻ റിഫൈൻമെന്റ് അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. നമുക്ക് ആ ടോപ്പ് സ്പീഡിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിലാണെന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഈ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നതാവാം. ഒപ്പം തന്നെ നമുക്ക് അലേർട്ട് തരുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ഈ അഡാസിന്റെ ബെനിഫിറ്റുകൾ അതൊക്കെ. അഡാസ് ലെവൽ 2 ഫീച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒക്കെ ഉപകാരപ്രദമായിട്ടുണ്ടോ? ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ആ ലെയിൻ കീപ്പ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് വര അനുസരിച്ച് പോവുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ട്രൈ ചെയ്തു. പക്ഷെ ലെയിൻ നമുക്ക് ശരിക്കും നമ്മുടെ ഹൈവേയിൽ നമുക്കൊരു തലവേദന തന്നെയാവും. കാരണം വെച്ചാൽ 2 ലൈനിലൂടെയും വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ആ ലൈൻ നമുക്ക് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ലൈൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അലേർട്ട് വരും, അകത്ത് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ നമുക്കത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ലൈൻ നമുക്കത് ഓഫ് ചെയ്തിടുകയേ നിവർത്തിയുള്ളൂ. പക്ഷേ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ വണ്ടി വളരെ ഫാസ്റ്റ് അപ്രോച്ചിങ് ആയിട്ട് നമ്മുടെ മുന്നിൽ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കുള്ളിൽ അലേർട്ട് ഉണ്ടാവും, സ്റ്റിയറിംഗിൽ ചെറിയൊരു വിറയലുണ്ടാവും, അകത്ത് മൊത്തത്തിലൊരു ബഹളം ഉണ്ടാവും. ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും. പക്ഷെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇമ്മീഡിയറ്റ് അത് ബ്രേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ പുറകെ വരുന്ന വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് ഹൈവേയിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ എന്നാൽ പോലും അത് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ SUV 700 സംബന്ധിച്ച് ഡ്രൈവർ ഡ്രൗസിനെസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ പല ആൾക്കാരും പറയുന്നത്. കാരണം നമ്മൾ ഒത്തിരി ഒരു ഡൗൺ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് മനസ്സിലാക്കി ചെയ്യുന്നത്. അതെന്താ സംഭവം? അത് നമുക്കിതിൽ ഡിസ്പ്ലേയിൽ തന്നെ കാണിക്കും നമ്മൾ എത്രമാത്രം അലേർട്ടായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്. അത് ഒരു 5 ബാർ അതിൽ 5 4 3 2 അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 5 ആണ് നമ്മൾ ഏറ്റവും അലേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന സിറ്റുവേഷൻ. 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ 5 കാണിക്കുള്ളൂ. 5 നമ്മൾ വണ്ടി ഓടിച്ച് ഒരു 10 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അത് 4 ആവും. 4ലും ഗ്രീൻ ആണ്, 3ലും ഗ്രീൻ ആണ്. ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ 3ക്ക് താഴോട്ട് പോയിട്ടില്ല. ഒരു തവണ രാത്രി ഓടിച്ചപ്പോൾ 3 വരെ കാണിച്ചിട്ടുണ്ട്. 3 വരെ കാണിക്കുമ്പോഴും ഇതിൽ പ്രത്യേകിച്ച് അലേർട്ടൊന്നും കാണിക്കത്തില്ല. വണ്ടി നമ്മൾ സേഫായിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. 3ക്ക് താഴോട്ട് പോകുമ്പോഴാണ് ഇതൊരു അലേർട്ടായി കാണിക്കുന്നത്. അപ്പോൾ ആ അലേർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. 7 എയർ ബാഗ് ഉണ്ട്. ഈവൻ എയർ ബാഗ് വരെ വന്നുകൊണ്ട് 7 എയർ ബാഗ് വരുന്നുണ്ട്. മാത്രമല്ല അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സേഫ്റ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതൊക്കെയാണ്. നമുക്ക് അതിനുള്ളിൽ നമുക്ക് സേഫ് ആണെന്നൊരു തോന്നല് വണ്ടി നമ്മൾ ഈ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ പോലും നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഡ്രൈവറിനെ അലേർട്ടായിട്ട് നിർത്തുന്ന ഫീച്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഡ്രൈവറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു സൂപ്പർ സേഫ് ആണെന്നൊരു ഫീൽ ഉണ്ട്. നമുക്ക് ഉള്ളിൽ സേഫ് ആണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്നാൽ പോലും നമ്മുടെ റോഡിലെ ഇതൊക്കെ ഒരു ജീവന്മാരണ പോരാട്ടം തന്നെയാണ്. അതെ, ഈ റോഡ് ഗ്രിപ്പിനെ കുറിച്ച് നല്ല റോഡ് ഗ്രിപ്പ് കിട്ടുന്നുണ്ടോ? ഒരു ഫുള്ളി പാക്ഡ് ആയിട്ട് ഒരു 7 പേരെ വെച്ച് വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. റോഡ് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ അന്ന് ഭയങ്കര സ്ലിപ്പറി ആയിട്ട് റോഡായിട്ട് പോലും നമുക്കത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് തോന്നിയത്. ബോഡി റോൾ എങ്ങനെ തോന്നി? ബോഡി റോള് ട്രാവൽ സിക്നസ് ഉള്ള ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാത്തവർക്ക് അത് അതിശക്തമായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ എൻ്റെ വൈഫിനും എനിക്കും ഈ ട്രാവൽ സിക്നസ് ഉള്ളതാണ്. അപ്പം ഇതിന് പുറകിലിരിക്കുമ്പോൾ ബാക്ക് സീറ്റിലല്ല മിഡിൽ സീറ്റിലിരിക്കുമ്പോൾ പോലും വൈഫിന് അങ്ങനെ ഒരു മോഷൻ സിക്നസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഡ്രൈവ് ചെയ്തതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ ഇപ്പോൾ ഏകദേശം 600 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിനിങ് പോരും. 1-2 ബ്രേക്ക് ഇടയ്ക്ക് എടുക്കെങ്കിൽ പോലും 10 മണിക്കൂറിലൊക്കെ നമ്മളിവിടെ എത്തുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ അവിടെ നിന്ന് കയറി അതേ ഒരു ഫ്രഷ്നസോടെ തന്നെ നമുക്കിവിടെ എത്താൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഇന്നോവ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആസ് എ ഡ്രൈവർ ഇത് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. പക്ഷേ കൂടുതൽ കുറച്ചുകൂടെ
കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്നോവയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്റീരിയറിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുഷനിങ് സീറ്റ് തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ബാക്ക് സീറ്റിൽ ഒരു സ്പെഷ്യൽ ഒരു സംഭവം തന്നെയുണ്ട്. ഇതിന്റെ ഒരു നമ്മളിങ്ങനെ ഒരു വണ്ടി ആ ഒരു വെട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലേക്ക് പോകില്ലേ, അത് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഇന്റീരിയർ അസാധ്യ ക്വാളിറ്റി തന്നെയാണ്. ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാഗ്വറിന്റെ ഒരു ഡാഷ്ബോർഡാണ് ജാഗ്വർ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അത് 10.25 ഇഞ്ചിൻ്റെ 2 ഉള്ള പോലെ തന്നെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. പിന്നെ ആ ഒരു വെട്ടം അടിക്കാതിരിക്കാനായിട്ട് ഇവർ ഒരു എലമെൻ്റ് മേളിൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നു. അഡ്രനോക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 2024 വരുമ്പോൾ മേജറായിട്ട് ഞാൻ 2 വ്യത്യാസങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ക്രിട്ടിക്കൽ മാൽ ഫംഗ്ഷൻ അലേർട്ട്. രണ്ടെന്ന് പറയുന്നത് ഈ ഒരു ക്രോം എലമെന്റ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഒരു ക്രോം എലമെന്റ് മൊത്തത്തിൽ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മാൽ ഫംഗ്ഷൻ അലേർട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡ് വെയർ, അതുപോലെ തന്നെ സർവീസ് ഡ്യൂ കാണിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും. മെക്കാനിക്കൽ പ്രോബ്ലംസ് എല്ലാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ? എനിക്ക് രണ്ട് വാർണിംഗ്സ് ഉണ്ടായത്. ഒന്ന് സർവീസ് ഡ്യൂവിന്റെ വാർണിംഗ്, ഓക്കെ. പിന്നെ ടയർ പ്രഷർ 30 ബിലോ പോയി കഴിഞ്ഞാൽ വാർണിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ടയറിന്റെ മാത്രമേ പോയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീൻ ഉണ്ട്. ഇവിടെ നമുക്ക് കൂടുതലും നമ്മളെ മാപ്പും ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ ഒക്കെ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാവുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ വാർണിംഗ്സ് എല്ലാം ഉണ്ടാവുന്നത്. ഈവൻ ഇത് ഒറ്റ സ്ക്രീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും 2 സ്ക്രീനാണ്. പക്ഷേ ഇത് അവരുടെ ഒരു ഡിസൈൻ സെൻസ് കൊണ്ടാവാം അവർ മൊത്തത്തിൽ നമുക്ക് ഒരൊറ്റ സ്ക്രീനായിട്ട് ഫീൽ ചെയ്യുന്നത്. പ്രീമിയം ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. വെന്റിലേറ്റഡ് സീറ്റ് ഈ വണ്ടിക്ക് ഉണ്ട്. എന്നാൽ പോലും ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ കയറി ചെയ്യണം. മിക്ക വണ്ടികളിൽ ഇപ്പൊ ഞാനിപ്പോ റിവ്യൂ ചെയ്യുന്ന പല വണ്ടികളിലും സീറ്റിന്റെ സൈഡിൽ തന്നെയാണ് അതിന്റെ ഒരു സ്വിച്ച് വരിക. പക്ഷെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ വന്നിരിക്കുന്നത് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തൊരു ഫീച്ചർ ആവാത്തതുകൊണ്ടാവാം അത് അങ്ങനെ ഈസിലി ആക്സസിബിൾ അല്ലാത്തത് വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നം, ഈ ടച്ചിൽ നമുക്ക് റണ്ണിങ്ങിൽ സൈഡിൽ ഒരാളുണ്ടെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ നമുക്കിത് ഒന്ന് ടച്ച് അത്രയും റെസ്പോൺസീവ് അല്ല, ടച്ച് റെസ്പോൺസീവ് അല്ല. അപ്പം ആ കൂടെ നമുക്ക് ഒരു ഫീച്ചർ കണ്ടുപിടിച്ച് ചിലപ്പോൾ നമ്മൾ തുടക്കകാലത്ത് നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം എവിടെയാണെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മളത് എടുത്ത് അത് നമുക്ക് ഡ്രൈവിങ്ങിന്റെ സമയത്ത് അതൊരു വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പലപ്പോഴും ഇത് റെസ്പോണ്ട് ചെയ്യണമെന്ന് തന്നെ ഇല്ല. നമുക്കിവിടെ 2-3 തവണ കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹോമിലോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഒരു പക്ഷേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം വരും. പിന്നെ തിരിച്ച് ഹോം ബട്ടണിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് ബട്ടൺസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ലോങ് പ്രസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഹോം ബട്ടണിലോട്ട് പോകും. ഇതൊക്കെ വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വോയിസ് എനിക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ കുറച്ച് ഫേവറേറ്റ്സും കോൾസും മ്യൂസിക്കും അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു റോട്ടറി നല്ല പ്രീമിയം ആയിട്ടുള്ള ബെൻസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അടിപൊളി. ഇത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സിസ്റ്റം തന്നെയാണ്. മൊത്തത്തിൽ അതിന്റെ റെസൊല്യൂഷനും എല്ലാം കൊള്ളാം. എന്നാൽ നമ്മുടെ ക്യാമറയിലേക്ക് റിവേഴ്സ് ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ റിവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ ഒരു റെസൊല്യൂഷൻ കൂട്ടാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ് അല്ലേ, കുറച്ചുകൂടെ ഒരു എന്ത് തോന്നിയിട്ടുണ്ട്? ഇത് എനിക്ക് ശരിക്കും 360 ഡിഗ്രി ക്യാമറ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു AX7L-ലാണ് 360 ഡിഗ്രി വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. റെസൊല്യൂഷൻ വലിയ കൺസേൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പം റെസൊല്യൂഷൻ കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് ആസ് എ യൂസർ ഇത് ബെനിഫിഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. വിസിബിലിറ്റി ഇഷ്യൂ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ബേർഡ് വ്യൂവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിന്റെ ഇത്രയും സ്ക്രീൻ വന്നിട്ടുണ്ട്. പക്ഷേ ബേർഡ് വ്യൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രമാണ് കാണിക്കുന്നത്. കാരണം മറ്റ് പല വണ്ടികളുടെ ഇത്രയും സ്പേസിൽ തന്നെ ബേർഡ് വ്യൂ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ കാണിക്കുന്നില്ല, ചെറുതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ട് ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് വേറൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറവാണ് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആസ് എ യൂസർ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴോ നമുക്ക് 360 ഡിഗ്രി ക്യാമറ യൂസ് ചെയ്യേണ്ടപ്പം ഇതിന്റെ റെസൊല്യൂഷനോ ഇതിന്റെ വിഡ്ത്തോ ഒന്നും നമുക്ക് കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്രയൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന മിററിലായിരിക്കും, എന്നിട്ട് നമ്മൾ 360 ഡിഗ്രി ക്യാമറയിൽ നോക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ്. വേറൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രശ്നമാണ്. അതെ, അതുപോലെ തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെട്ടെന്നൊരു ചെറിയ രീതിയിൽ ഇച്ചിരി റെസൊല്യൂഷൻ കുറഞ്ഞു. കാരണം ഇത്രയും വില കൂടിയ വണ്ടിയാണ്. കുറച്ചുകൂടെ അവർ അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതെ ഇവിടെ ഉണ്ടാവും.
ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ക്ലാരിറ്റി ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മിററിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് IRVM മിറർ ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരുന്നില്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിററാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കമ്പനി തരുന്നില്ല. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് ഒരു പക്ഷേ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഞാനിവിടെ സെപ്പറേറ്റ് വെച്ചു. പ്രത്യേകിച്ച് ബാംഗ്ലൂര് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ അത് ഓടിക്കുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ഓഫ് ചെയ്ത് വെക്കും. ഓൺ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അതിൽ കാണിക്കും. പിന്നെ സൗണ്ടും കേൾപ്പിക്കും, ബീപ്പ് സൗണ്ടും ഉണ്ടാവും. ഇത് കമ്പനി തന്നെ ചെയ്തതാണോ? ഇത് കമ്പനിയിൽ തന്നെ ചെയ്താൽ, പക്ഷേ സെപ്പറേറ്റ് ചെയ്താൽ. എന്തൊക്കെ ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്? സെപ്പറേറ്റ് പ്രധാനമായിട്ടുള്ള ആക്സസറീസ് ചെയ്തതിൽ നമ്മുടെ ഈ റെയിൻ ഗാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലുമിനേഷൻ ഉണ്ടാവും. XUV 700 എന്ന് പറയുന്നത് ആ ലൈറ്റ് കത്തുന്നത് സെപ്പറേറ്റ് ചെയ്തതാ. പിന്നെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് പുറകില് ക്രാഷ് ഗാർഡ് ഉണ്ട്, ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെ, അതും ബാംഗ്ലൂർ ട്രാഫിക്കിൽ മസ്റ്റ് ആയിട്ടുള്ള സാധനം. അങ്ങനെ വെച്ചതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തത്. പിന്നെ ആക്സസറീസ് ശരിക്കും ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ഇതെല്ലാം ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏതോ 2000-3000 എന്തോ ആയിരുന്നു. ബാക്കി എല്ലാം 8000 എബോ ആയത്. എനിക്ക് ആകെ ഏകദേശം ഒരു 30,000 അടുത്ത് എല്ലാ ആക്സസറീസോട് ചെയ്തപ്പോൾ ആയി. ഈവൻ ഈ ലെതർ, ഇതൊക്കെ പ്രീമിയം ലെതർ ആണെന്ന് പറഞ്ഞിട്ട് X7L മാത്രം വരുന്ന സാധനങ്ങളാണിത്. X7L ഈ ലെതർ അല്ല. ഈ സീറ്റ് കവറും ഒന്നും ചെയ്യാതെ തന്നെയാണ് ഏകദേശം 30,000 അടുത്ത് ഇതായത്. അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ ഇൻഷുറൻസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, വേണ്ട കാര്യങ്ങൾ കുറേ ആഡ് ഓൺസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത് ആക്സസറീസിൽ ആഡ് ചെയ്ത് അത് മേക്കപ്പ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും 30,000 ഒക്കെ നമുക്ക് പുറത്ത് ചെയ്താൽ നമുക്ക് അത്രയും വരില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ടിലെ സെൻസറൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഇത് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് സർവീസ് സെന്ററിന്റെ അടുത്ത് നമുക്ക് ചെല്ലാം. നിങ്ങൾ തന്നെ ചെയ്തതാണെന്ന് വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു പുതിയ വണ്ടിയിൽ കുറച്ച് കൺസേൺ ആയിട്ട് ചെയ്തതുകൊണ്ട് അകത്ത് തന്നെ ചെയ്തല്ല. സീറ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്ക് സപ്പോർട്ട് പ്രത്യേകം അതിന്റെ ഒരു സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സപ്പോർട്ട് തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അത് നമുക്ക് സീറ്റിൽ ഡ്രൈവർ സൈഡിൽ വളരെ കംഫർട്ടബിളാണ്, ഈ സൈഡിലും വളരെ കംഫർട്ടബിളാണ്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാം ഇലക്ട്രിക്കലി നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ അധികം ആൾക്കാർ ഡ്രൈവ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ മാത്രമേ മിക്കവാറും വണ്ടി ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചേട്ടനും ഡ്രൈവ് ചെയ്തു. അപ്പോൾ 2 and 3 നമുക്ക് ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ വളരെ ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ് തന്നെയാണ്. ഇത് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു തൈ സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സുഖമുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ട്. അതെ, ഒരു ഡ്രോബാക്ക് പുറകിലത്തെ ഉള്ളതിൽ നമുക്ക് ഇത് പുഷ് ചെയ്യാൻ പറ്റില്ല. പുറകോട്ടും മുന്നോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. റിക്ലൈനിങ് ഉണ്ട്, പക്ഷെ നമുക്കിത് മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല മിഡിൽ സീറ്റ്. അപ്പൊ അത് ചിലപ്പോൾ ഒരു പക്ഷെ പുറകിൽ ആളില്ലാത്തപ്പം ഇതൊക്കെ ഒരു നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ലേ നമുക്കൊരു തോന്നലുണ്ടാവും. കാരണം സിസ്റ്റം സോണിയുടെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 12 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 30 ചാനൽ ആംപ്ലിഫയർ വരെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കണമെന്ന് അടിപൊളി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ തോന്നിയിട്ടുണ്ട് എന്റെ ക്വാളിറ്റി? ഭയങ്കര ഗുണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് പാട്ട് കേൾക്കും. ഇപ്പോൾ ഒരു 100 മീറ്റർ പോകാനാണെങ്കിൽ ഞാൻ ചുമ്മാ ഫോണിലെടുത്തൊരു പാട്ട് വെച്ചിട്ടാ വണ്ടി ഓടിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്കത് എനിക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലായത്, നമ്മൾ ഇതിനു മുന്നേ ഞാൻ ഓടിച്ചിരുന്ന i20 ആണ്. അപ്പം അതിൽ നിന്ന് ഈ വണ്ടിയിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റിയും പാട്ടിന്റെ ഫ്രഷ്നസും ഒക്കെ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവും. സോണിയുടെ സ്പീക്കേഴ്സിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നുണ്ട്. 12 സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും. പിന്നെ ഇതിൻ്റെ അത് 3D സൗണ്ട് ഉണ്ട്. നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, സൗണ്ട് എവിടെ പ്ലേ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് കസ്റ്റമൈസേഷൻ സൗണ്ടിൽ തന്നെ പോസിബിൾ. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. 12 അത് ഈ X7L മാത്രമേ ഈ സോണിയുടെ സ്പീക്കർ വരുന്നുള്ളൂ. ഓക്കെ, ഈ വണ്ടിക്ക് അകത്തിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഭയങ്കര ചൂടാണ് വരുന്നത്. ഈ ഒരു മൊത്തത്തിലെ സ്പാർട്ട് എയർ ഫിൽറ്റർ എന്നൊക്കെ കൊടുത്ത് നല്ലൊരു എയർ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ AC-യുടെ കൂളിംഗ് എങ്ങനെ നോക്കും? AC-യുടെ കൂളിംഗ് ഭയങ്കര സ്പീഡിൽ തന്നെയാണ് കൂളാവുന്നത്. നമ്മൾ ഈ എത്ര ചൂടുള്ള, ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പറകിയിലിടുമ്പോൾ ഓപ്പൺ സ്പേസിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോഴും നമ്മൾ വണ്ടിയിൽ തിരിച്ച് കയറുമ്പോൾ നമുക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ പോലും ഈവൻ വെന്റിലേറ്റർ സീറ്റ് നമ്മൾ ഓൺ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ മാത്രമല്ല എൻ്റെ സെക്കൻഡ് സീറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള AC വെന്റ്സ് വരുന്നുണ്ട്. മൊത്തത്തിൽ 3rd റോ വരെ ഒരു കംഫർട്ടബിൾ AC കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? അതെ, ഓക്കെ. പക്ഷെ 3rd റോയിൽ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പിള്ളേർക്ക് പറ്റുള്ളൂ. നമ്മൾ
അവിടെ തല തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം പിള്ളേർക്കേ പറ്റുമോ? പിള്ളേർക്കാണ് കംഫർട്ടബിൾ ആയിട്ട് ഒരുപക്ഷെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈവൻ എന്നേക്കാൾ ഇച്ചിരി കൂടെ ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് പോലും പുറകെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ നമ്മൾ ഈ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കും അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും വയർലെസ് ചാർജിങ് അടക്കം വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്ക് ഇപ്പോൾ സെക്കൻഡറി ഫോൺസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഒരു ഫോൺ വേണമെങ്കിൽ മേളിൽ വെക്കാം, രണ്ടാമത്തെ ഫോൺ വേണം വയർലെസ് ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു നല്ല സൗകര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ ബ്രോ എന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചു, പക്ഷേ അതിന്റെ വയർലെസ് ചാർജിങ് എത്ര പോരാ, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? വയർലെസ് ചാർജിങ്ങിൽ ഫോൺ ചൂടാവുന്നതല്ലാതെ ചാർജ് ആവുന്നുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. 1-2 പോയിന്റും എല്ലാം ജസ്റ്റ് ചാർജ് ആവുന്നതല്ലാതെ ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവും. എൻ്റെ ഇതിന് മുന്നത്തെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഗ്രീൻ ലൈൻ വീണത് പോലും ഇതിൽ ചാർജ് ചെയ്തിട്ടാണോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഫോൺ അത്രയധികം ചൂടാവുന്നുണ്ട്. ഐഫോണിൽ കുറച്ചുകൂടി ചാർജ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒപ്പം തന്നെ നമുക്ക് ചാർജിങ് പോർട്ട് വേറെ ഉണ്ട്, അതിൽ വർക്കാവും, അതിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ വയർലെസ് ചാർജർ അതെനിക്ക് തോന്നുന്നു മിക്കവാറുള്ള എല്ലാ വണ്ടികളിലും ഈ പ്രശ്നം ഉണ്ടാകും. വയർലെസ് ചാർജർ അത്രയും പെർഫെക്റ്റ് അല്ല. അപ്പം ഇതൊക്കെ അവർ AX7 തരുന്ന ഫീച്ചേഴ്സിൽ നമ്മളെ വീഴ്ത്തുന്ന ഫീച്ചേഴ്സ് ആണ്, പക്ഷേ നമുക്ക് അത്ര യൂസ്ഫുൾ ആവുന്നില്ല. ഓക്കെ, ഈ വണ്ടിയുടെ ഒരു ഗിയർ എന്ന് പറയുന്നത് തന്നെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണ്, ടോർക്ക് കൺവെർട്ടർ സിസ്റ്റം ആണ്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അല്ലേ? അപ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴേലും? ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി വണ്ടികളുമായിട്ട്, അതായത് ഇതിന് മുന്നേ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികൾ ഓട്ടോമാറ്റിക് ആയാലും അത് വെച്ച് നോക്കിയാൽ ലാഗ് ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നാൽ പോലും ഏതോ ഒരു സെക്കൻഡിൽ ചെറിയൊരു ഡിസ്കണക്ട് നമുക്ക് ഡ്രൈവറുമായിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് മാനുവൽ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ആ ഗിയർ ഷിഫ്റ്റിങ്ങിൽ നമ്മൾ ആ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കണക്ട് ഡ്രൈവറും വണ്ടിയായിട്ട് എപ്പോഴോ ഉണ്ടാവും. പക്ഷെ അതൊന്നും എവിഡന്റ് അല്ല. നമുക്ക് നമ്മൾ ഹൈവേയിൽ നമുക്ക് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടി അത്ര സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നത്. ഇതിനുള്ളിൽ നമ്മളൊരു സൗണ്ട് പോലും അറിയത്തില്ല. ഈവൻ ഡീസൽ വണ്ടി ആയിട്ട് പോലും വണ്ടിയുടെ പെർഫോമൻസിനെയോ നമ്മുടെ കംഫർട്ടബിലിറ്റി ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്ലസന്റ് ആക്കുന്നത് ഈ ഒരു വെള്ള ഇന്റീരിയർ തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഭംഗി, ഭയങ്കര പ്രീമിയം ടച്ച് കിട്ടുന്നു. എന്നാൽ നമുക്കൊരു കുതയിരിക്കുന്ന സമയത്ത് നേരത്തെ ബ്രോയിനോട് ഒരു കാര്യം സൂചിപ്പിച്ചു. മറ്റതല്ല, കുഞ്ഞിനെ കുറിച്ച് ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ ഒരു പാട്ട് കാണുന്നു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കുറച്ച് ആ സോഫ്റ്റ്നെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും വൈറ്റ് ആയതുകൊണ്ട്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് വീട്ടിലിപ്പം 5 വയസ്സ് 6 വയസ്സായുള്ള കുട്ടിയുണ്ട് എനിക്ക്. അവനിപ്പം കയറുമ്പോഴേ ആദ്യം അവിടെ ചവിട്ടും ഇവിടെ ചവിട്ടും. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത കൺസേൺ ആവുന്നുണ്ട്. ചെളിയാവോ, അത് ശരിക്കും അവർക്ക് ഒഴിവാക്കാമായിരുന്നു. വേറൊരു കളർ ഇന്റീരിയർ കൊടുക്കാമായിരുന്നു. ഒരു പക്ഷേ ഇന്റീരിയർ ഒന്നും ഇന്റീരിയറിലൊന്നും അധികം കൺസേൺ അല്ല. ഏത് കളറായാലും എനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം വൈറ്റ് തന്നെ വേണമെന്നുള്ളത് ഞാനത് അന്വേഷിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ വൈറ്റ് ഒരു കൺസേൺ ആണ്. അതെ, പിന്നെ പക്ഷേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഇത് കണ്ടോ, ഇത് ഇവിടെയൊക്കെ ചെറിയൊരു ചെളി പാടുകളുണ്ട്. സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ആണ് വരുന്നത്. എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് ടൈറ്റ് തോന്നിയിട്ടുണ്ടോ? സ്റ്റിയറിംഗ് ടൈറ്റ് തോന്നിയിട്ടില്ല. അത് ഈ പറയുന്ന പോലെ നമുക്ക് പല ഡ്രൈവിംഗ് മോഡുണ്ട്, സിപ്സ് ആപ്സും. അപ്പം ഡിഫോൾട്ട് മോഡ് ഏതാണ്? സാപ്പ് ആണ് ഡിഫോൾട്ട് മോഡ്. സൂം നമ്മൾ ഹൈവേയിലും യൂസ് ചെയ്യുന്നതാണ്. സിപ്പ് നമുക്ക് ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ കസ്റ്റം മോഡ് ഉണ്ട്. കസ്റ്റം മോഡിൽ നമുക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്യാം. സിപ്പ് വേണോ, സാപ്പ് വേണോ, സൂം വേണോ. അപ്പോൾ ഓരോ മോഡ് അനുസരിച്ച് സ്റ്റിയറിംഗിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, കുറച്ച് സ്മൂത്ത് ആവും. പക്ഷെ എന്നിരുന്നാൽ പോലും മൊത്തത്തിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള. കൂടുതൽ ഏത് മോഡലിട്ടാണ് ഓടിക്കാറ്? മിക്കവാറും സാപ്പിലായിരിക്കും, ഡിഫോൾട്ട് മോഡിലായിരിക്കും. പിന്നെ ഹൈവേയിൽ പോകുമ്പോൾ മാത്രമേ സൂമിലോട്ടൊക്കെ സെലക്ട് ചെയ്യാറുള്ളൂ. അത് ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സാപ്പിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ആ മോഡ് എടുത്ത് മാറ്റണം സൂം. അത് മിക്കവാറും അതിനുവേണ്ടി അങ്ങനെ ഒന്നും ശ്രമിക്കാറൊന്നുമില്ല. ഇത് ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണ്, ഓട്ടോ ഡിമ്മിങ്, അങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? അത് ഓട്ടോ ഡിം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ. നമുക്ക് ധൈര്യമായിട്ട് ബ്രൈറ്റ് ഇട്ട് പോവാം. എതിരെ വണ്ടി വന്നാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ലൈറ്റ് വെച്ചിട്ടാണ് തോന്നുന്നത് സെൻസ് ചെയ്യുന്നത്. വണ്ടി വരുന്നതിന് മുന്നേ തന്നെ ഇത് ഡിം ആവാറുണ്ട്. അപ്പം മിക്കവാറും ഞാൻ ശരിക്കും ഡിം ഇട്ടാണ് ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ബ്രൈറ്റ് ഇട്ട് ഓടിച്ചു തുടങ്ങി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിം ആവുന്നുണ്ട്. എതിരെ എനിക്കൊന്ന് ലൈറ്റ് ആണെന്ന് തോന്നുന്നത് സെൻസ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായത്. പിന്നെ ഓട്ടോ വൈപ്പർ റിയറിലും ഫ്രണ്ടിലും എല്ലാം ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ട്. അതും വളരെ നല്ലൊരു ഫീച്ചറായിട്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടോ? ക്രൂസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈവേയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ റെസ്യൂം ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്കിലോ ആക്സിലറേഷനിലോ കഴിഞ്ഞാൽ ക്രൂസ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാൻഡ് ബൈ മോഡ് ആവും. നമ്മൾ റെസ്യൂമിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീണ്ടും സ്റ്റാർട്ട് ആവുള്ളൂ. പാഡിൽ ഷിഫ്റ്റ് ഇല്ല എന്നുള്ളതിനെ കുറിച്ച് വിഷമം. കാരണം ഓട്ടോമാറ്റിക് ആണ്. സാധാരണ പാഡൽ ഷിഫ്റ്റ് ഇവിടെ കാണാറുണ്ട്. എങ്ങനെ തോന്നിയിട്ടുണ്ട്? അതൊരു പ്രശ്നമായിട്ട്
തോന്നിയിട്ടില്ല. പാഡൽ ഷിഫ്റ്റ് അത്ര ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല. വണ്ടിയുടെ മൈലേജ് ആണ് ഏറ്റവും ആൾക്കാർ കൺസേൺ ആവുന്ന ഒരു സംഭവം. എന്നാ മൈലേജ് ശരിക്കും കിട്ടിയിട്ടുണ്ട്? കറക്റ്റ് ഫീഡ്ബാക്ക് വേണം പറയാം. അതെ, ശരിക്കും എനിക്ക് ഇത് ഡീസലാണ്. ഡീസൽ ആയതുകൊണ്ട് മാത്രം ഹൈവേയിൽ എനിക്ക് 15 വരെ കാണിച്ചു. കമ്പനി പറയുന്നത് എനിക്കൊന്ന് 16-17 മറ്റൊക്കെ ഞാൻ തോന്നുന്നു പറയുന്നത്. അല്ല, എനിക്കൊന്ന് ഒരു 17-18 മറ്റോന്ന് പറയുന്നത്. മാക്സിമം ഇതിൽ കാണിച്ചിട്ടുള്ള 15 ആണ് ഹൈവേയിൽ കാണിച്ചിട്ടുള്ളത്. ഹൈവേന്ന് ഇറങ്ങി നമ്മൾ ട്രാഫിക്കിൽ എത്തിക്കഴിയുമ്പോൾ 11-12 ആണ് ഒരു ആവറേജ് കാണിക്കുന്നത്. ഇപ്പൊ ഇതിൽ 10.8 കാണിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ കുറെ നേരം നിർത്തിയിട്ടു, അതിനനുസരിച്ചിട്ടൊക്കെ മൈലേജ് മാറും. പക്ഷെ എന്നാൽ പോലും 10-15 ഇടയ്ക്ക് ആണ് മൈലേജ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു 2.2 ലിറ്ററിലോട്ടൊക്കെ പോകുമ്പോൾ മൈലേജ് ഒന്നും അധികം കൺസേൺ ആയിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വണ്ടിയെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് കീഴിൽ തന്നെ നമുക്ക് സൺറൂഫ് തുറക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് വിൻഡോ താത്താനും പൊക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പൊതുവെ പറയുന്നുണ്ട് ഇതിന്റെ ആ ഒരു ചിലവർക്ക് ഇതുപോലെ ഈ വിൻഡോ താത്തുന്നതിൽ ചെറിയ മാൽ ഫംഗ്ഷൻ ആവുന്നുണ്ട്. പിന്നെ പുറയിൽ ആ സീറ്റ് ആ ഒരു അതിന്റെ കുറച്ച് ആക്ച്വേഷനിൽ ചെറിയൊരു പ്രോബ്ലം, റിയർ സീറ്റിൽ ഏറ്റവും ബാക്ക് സീറ്റിൽ ചെറിയ പ്രോബ്ലംസ് കാണുന്നുണ്ട്. അങ്ങനെ ഇതുവരെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ മാൽ ഫംഗ്ഷൻസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം നമുക്ക് വോയിസ് കൺട്രോൾ വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. നമുക്ക് അലക്സ വെച്ചിട്ട് സൺറൂഫ് ഓപ്പൺ ചെയ്യാം, ഈ സൈഡിലെ വിൻഡോ ഓപ്പൺ ചെയ്യാം. കീഴിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമുക്ക് വോയിസ് കൺട്രോൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. മൊബൈൽ വഴി കണക്ട് ചെയ്യാറുണ്ട്. മൊബൈൽ വഴിയും ചെയ്യാം. നമുക്ക് അലക്സ വെച്ചിട്ട് വോയിസ് കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതിപ്പം സൺറൂഫ് ഓപ്പൺ ചെയ്യാം. അലക്സ ഓപ്പൺ സൺറൂഫ്. ഈ ഒരു സൺറൂഫ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് മേളിൽ കയറി നിൽക്കുകയോ അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ശരിക്കും മേളിൽ കയറി കുട്ടി 2-3 ദിവസമൊക്കെ 2-3 തവണയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ അത്രയും കംഫർട്ടബിൾ അല്ല. റോഡിലൊക്കെ ഇത് വണ്ടി ഓടിക്കുന്ന ഇത് സേഫ് ഒന്നും അല്ല സൺറൂഫ്. പിന്നെ മഴയുള്ള സമയത്ത് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് ഓടിക്കുമ്പോൾ ഒരു ഫീലുണ്ട്, നല്ല ഫീലാണ്. അതൊരു രസമാണ്. രാത്രിയിലും മഴയുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഇടാനായിട്ട് ഞാൻ ചുമ്മാ ഒരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എയർ നിറച്ചിട്ട് നമുക്ക് ഇവിടെ ഇടാവുന്ന ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ സൺറൂഫ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. അതും വൈഡ് പനോരമിക് സൺറൂഫ് അങ്ങ് അറ്റം വരെ കാണാം. നല്ല രസമുണ്ട്. നല്ല ഇത് കുറച്ചുകൂടെ പുറകോട്ട് പോകും. ഇതിന്റെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈറ്റ് എല്ലാം നല്ലതാണ്. പിന്നെ വൈസറൊക്കെ താത്തുന്ന സമയത്ത് നമുക്കിത് ലൈറ്റ് ഓൺ ആവുന്നത് മൊത്തത്തിലേക്ക് ഉള്ള ഓട്ടോമേഷൻ ഉള്ള സ്ഥിതിക്ക് ഈ ലൈറ്റ് കൂടെ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മിസ്സായി പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്ന ഞാൻ കണ്ടു. അതൊക്കെ ഒഴിവാക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. ഇതിന്റെ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ഹാർഡ്നെസ്, ഇത് മൊത്തത്തിലെ കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ആംറസ്റ്റിൽ നമുക്ക് കൂൾ ചെയ്യാം. ഇവിടെ ഒരു കൂളിംഗ് വരുന്നുണ്ട്. പിന്നെ കീ വെക്കാനായിട്ട് ഒരു ചെറിയ സ്ലോട്ട് പോലെ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ മൊത്തത്തിൽ ഒരു അല്ലേ മൊത്തത്തിൽ കൊള്ളാം. അപ്പൊ ഇത് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതിന്റെ ഈ ഒരു ഹാർഡ്നെസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. തുറക്കുന്ന സമയത്ത് അത് അവിടെ മൊത്തത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് ഇവിടെയൊക്കെ ഇതൊക്കെയാണ് നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ട് അവിടെ ഇപ്പോൾ ഹോൾഡേഴ്സ് ഒക്കെ നമുക്ക് അവിടെ താഴെ നമുക്ക് അതൊക്കെ ഒരു പ്ലാസ്റ്റിക് ഒരു ഒട്ടും തീരെ കട്ടിയില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ കോസ്റ്റ് കട്ടിങ് ആയിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ട വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് എത്ര രൂപയായിട്ടുണ്ട് ഓൺ റോഡ് വിത്ത് ഇൻഷുറൻസും ആക്സസറീസും എല്ലാം കൂടെ എനിക്ക് 30.25. ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ വണ്ടി ഇനി അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ? വണ്ടി ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഞാൻ 100% ഹാപ്പിയാണ്, അല്ലെ 150% ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. മഹേന്ദ്രയുടെ സർവീസിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. സർവീസിൽ പൊതുവെ ഒരു ട്രെയിൻഡ് ഒഫീഷ്യൽസ് ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങൾ. കാരണം പല മഹേന്ദ്ര വണ്ടികളും അവിടെ